സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു സ്പെഷ്യൽ സ്ഥലത്താണ്. ഈ പറവ എന്ന് പറഞ്ഞ ഒരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ദുൽഖർ സൽമാനും പിന്നെ കിച്ചാപ്പിയൊക്കെ തകർത്ത് അഭിനയിച്ച ആ ഒരു സിനിമയില് വേറൊരു നായികമാര് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു മഹാസാഗരമാണ് എന്റെ പുറകിലുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ പ്രാവുകളെ കുറിച്ചുള്ള കുറച്ച് അറിവുകളും നേടാൻ വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ പേര് ജിക്സൺ ആൻഡ് യു ആർ വാച്ചിങ് സൈക്കിൾ ബെൽസ്. എൻ്റെ കൂടെ നിൽക്കുന്നതാണ് ജയൻ ചേട്ടൻ. ഫോർട്ട് കൊച്ചിയിലാണ് വീട്. ഏകദേശം 30 വർഷമായിട്ട് പ്രാവുകൾ നടത്തുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയിലല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇല്ലാത്ത പലതരം ബ്രീഡുകൾ പ്രാവുകൾ ചേട്ടൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ചേട്ടനോടാണ് നമ്മൾ ഇന്ന് കുറച്ച് പ്രാവുകളെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാൻ പോകുന്നത്. എൻ്റെ പേരാണ് ജയൻ. ഞാൻ ഫോർട്ട് കൊച്ചി കോക്കസ് തിയേറ്ററിനടുത്താണ് താമസിക്കുന്നത്. 30 വർഷമായി ഞാൻ പറവപ്രാവുകളെയും മറ്റുള്ള പ്രാവുകളെയും വളർത്തുന്നു. ടൂർണമെന്റിന് ഇവിടെ നിന്ന് ആൾക്കാർ വന്ന് കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്ത് കൊണ്ടുപോയി പറപ്പിച്ച് അത് പ്രൈസ് നേടുന്നുണ്ട്. ഞാനൊരു പെറ്റ് ഷോപ്പ് ഇട്ടിട്ടാണ് അത് കൊടുക്കുന്നത്. വീട്ടിൽ മറിയൻ പ്രാവുകൾ, ടൂർണമെന്റ് വർക്കുള്ള പ്രാവുകൾ, കിളികൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ വളർത്തുന്നു. പിന്നെ പല ഇനങ്ങളുണ്ട്. നാഗർകോവിൽ നിന്നും ട്രിച്ചിയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇത് ബ്രീഡ് എടുത്തേക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾ തികയാറില്ല, ആൾക്കാർക്ക് ആവശ്യപ്പെട്ട് വരുമ്പോൾ കൊടുക്കാൻ തയ്യാറില്ല കുഞ്ഞുങ്ങൾ. അങ്ങനെയാണ് ചെയ്യുന്നത്. 3 നേരം ഇതിനെ പരിപാലിക്കാൻ വേണ്ടി കൂട്ടിൽ കയറാറുണ്ട്. ഡെയിലി വെള്ളം മാറ്റുകയും ഭക്ഷണം കറക്റ്റായിട്ട് വെക്കുകയും കൂട് വൃത്തിയാക്കുകയും അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് പറവപ്രാവാണ്. പറവപ്രാവ് കൂടാതെ സാധാരണ ഡൂക്ക് പ്രാവ് എന്ന് പറഞ്ഞ പ്രാവുകളുണ്ട്. എന്ന് വെച്ചാൽ പറക്കില്ല, ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ പറവപ്രാവിന്റെ ലക്ഷണങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. അതിന്റെ ചുണ്ട്, കണ്ണ്, അതിന്റെ ബോഡി ലാംഗ്വേജ് അതൊക്കെ കണ്ടിട്ടാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. പക്ഷെ ഈ പറവപ്രാവ് കൂടാതെ തന്നെ ഡൂക്ക് പ്രാവുകൾ എന്ന് വെച്ചാൽ പറക്കില്ല പ്രാവുകൾ കാഴ്ചക്കൊക്കെ ഭംഗിയുണ്ടാവും. അതിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. അതിന്റെ ചുണ്ട്, നഖം, അതിന്റെ വാല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇതിനെ തിരഞ്ഞെടുക്കുന്നത്. അതിന് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് വായിക്കൂട്ടിലിട്ട് വാമപ്പാക്കി, വെയിൽ കൊള്ളിച്ച് വാമപ്പാക്കി എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് സാധാരണ പ്രാവാണ്. ഞാൻ 2-3 പ്രാവുകളെ കുറിച്ചും കൂടി പറയാം. എന്നുവെച്ചാൽ പറവപ്രാവും സാധാരണ ഡൂക്ക് പ്രാവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി 2 പ്രാവുകളെയും കൂടി ഞാൻ കാണിക്കാവുന്നതാണ്. ഇത് പറവപ്രാവിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇത് കവാട് എന്ന് പറയുന്നത് വെച്ചാൽ ഡൂക്ക് പ്രാവുകൾ പറഞ്ഞാൽ പറവപ്രാവിന്റെ ലക്ഷണങ്ങൾ നോക്കി മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പമാർഗം എന്ന് വെച്ചാൽ ഇതിന്റെ തലയുടെ ആ ഷേപ്പ്, ഈ തലയുടെ ഒരു ചരിവ്, അതിന്റെ ചുണ്ടിന്റെ ആ മൂക്കും ചുണ്ടും തമ്മിലുള്ള ഒരു ലക്ഷണം, കണ്ണിന്റെ കൃഷ്ണമണിയിൽ തന്നെയുള്ള മാർക്കിങ് അത് നോക്കുക. പിന്നെ ഈ ചിറകിന്റെ ലെങ്ത്, ചിറകുകൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ ആ ഷേപ്പ്. അതേമാതിരി ഇത് ഇരിക്കുമ്പോൾ ഇതിന്റെ ഫ്രണ്ട് വശം വളരെ ഇത് തല പൊക്കി പിടിച്ച് നിൽക്കുള്ളൂ. വാലിന്റെ നീളം, അതേമാതിരി എത്ര വാലുണ്ടെന്ന് നമ്മളിങ്ങനെ നോക്കും, കണ്ടോ. പിന്നെ കാലിന്റെ നഖം, കാലിലുള്ള വിരലുകളുടെ നഖങ്ങളിൽ ഇടക്ക് കറുപ്പുണ്ടാവും. ചിലതിന് ഫുള്ള് വൈറ്റ് ആണെങ്കിൽ കറക്റ്റാണ്. ഇടനഖം വരുന്നത് ചിലവരെടുക്കാറില്ല. അപ്പൊ ഇതിന്റെ ലക്ഷണത്തിൽ അതേമാതിരി തന്നെ എന്റെ കണ്ണിൽ ഓരോ മാർക്കിങ്ങുകൾ ഇതിന് പറയുന്നത്. എന്റെ ചെസ്റ്റ് നിൽക്കുമ്പോൾ നിൽക്കേണ്ട വിധം അത്. പിന്നെ പറവയിൽ തന്നെ നമുക്ക് അതിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. ഇത് പറവപ്രാവിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇത് സാധാരണ പ്രാവാണ്. ഇത് പറക്കില്ല. ഇത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ മാത്രമേ ചെയ്യാറുള്ളൂ. ഈ പ്രാവിനെ കൂടാതെ തന്നെ നല്ല പറവപ്രാവും ഡൂക്ക് പ്രാവും എന്ന് വെച്ചാൽ കൊള്ളൂല്ലാത്ത പ്രാവും തമ്മിൽ തിരിച്ചറിയാൻ കുറെ മാർഗങ്ങളുണ്ട്. അതിന്റെ നഖം, ചുണ്ട് എന്നിവ നോക്കിയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിനെ കൂടി കാണിച്ചു തരാം ഞാൻ. ഇത് ചാരപ്രാവാണ്. ടൂർണമെന്റ് മത്സരത്തിന് പറപ്പിക്കുന്നതാണ്. ഇതിന് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ കണ്ണ്, ചുണ്ട്, വാലി, കാലിന്റെ നഖങ്ങൾ, ഇതിനൊക്കെ വളരെയധികം ലക്ഷണങ്ങളുണ്ട്. സമയം കൂടുതൽ സമയം കിട്ടും ഈ പ്രാവ് പറക്കുമ്പോൾ. ഇപ്പൊ ഇത് ഇളമ കൊണ്ടിരിക്കുകയാണ്. കത്തറെല്ലാം തൂവലെല്ലാം കൊഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കുഞ്ഞുങ്ങൾ വളരെ ഡിമാൻഡാണ് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ചെമ്പൻ പ്രാവുകളാണ്. വെള്ളിക്കണ്ണിയാണ്. ഇത് താഴെ കിടന്ന് മറിയും, റോളർ എന്ന് പറയും. ഇതിന്റെ കുഞ്ഞുങ്ങൾ നമ്മൾ പരിപാലിക്കേണ്ടതെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ തന്നെ ചെറുപയർ, കടല എന്നിവ കൊടുത്ത് ആണ് വളർത്തുന്നത്. ഇതിന്റെ ചുണ്ടുകൾ വെള്ളിച്ചുണ്ടാണ്. വെള്ള ചുണ്ടാണ്, വെള്ളിക്കണ്ണാണ്. ചെമ്പനിൽ പൊട്ടുകളുണ്ടാവും, വെള്ളപ്പൊട്ടുകളുണ്ടാവും. ഇത് റോളർ താഴെ കിടന്ന് മറിഞ്ഞുകൊണ്ടിരിക്കും. പറന്ന് മറിയുന്നതും നമ്മളെടുക്കുന്നത്. ഈ ഇരിക്കുന്നത് തലയുള്ള പ്രാവാണ്. ഇത് നാഗർകോവിലിൽ നിന്നുള്ളതാണ്. ഇത് ടൂർണമെന്റിന് പറന്ന പ്രാവാണ്, പന്തയത്തിന്. ഇതിന്റെ പ്രത്യേകത കണ്ടു. കണ്ണുകൾക്ക് തന്നെ വളരെ പ്രത്യേകത ഉണ്ട്. ഒറ്റ ചവിട്ടനാണ്. ഒരു പ്രാവശ്യം കുഞ്ഞ് ചുറ്റി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രാവ് വേറെ എങ്ങും മാറി ഇറങ്ങില്ല.
ഇത് 14 മണിക്കൂർ പറന്നിട്ടുള്ള പ്രാവാണ്. ഇത് ചാമ്പപ്രാവാണ്. ചെമ്പൻ ലൈറ്റ് എന്ന് പല നാടുകളും പല പേരാ പറയുന്നത്. ലൈറ്റ് യാര എന്ന് പറയാറുണ്ട്, ചാമ്പ എന്നും പറയാറുണ്ട്. ഇത് ടൂർണമെന്റ് പറപ്പിച്ചിട്ടുള്ള പ്രാവാണ്. ഇത് കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ഇനം. ഇതിപ്പോ 4 വയസ്സായി ഇതിന്. ഇതിന്റെ വയസ്സ്. ഇതിന്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നുണ്ട്, വളരെ ഭംഗിയായി പറക്കുന്നുണ്ട്. ഓവർ ഹൈറ്റിൽ പോകാറില്ല. നമുക്ക് ജഡ്ജിനെ കാണിച്ചു കൊടുക്കാൻ, ടൂർണമെന്റ് നടക്കുമ്പോൾ മത്സരത്തിന് കാണിച്ചു കൊടുക്കാൻ എളുപ്പമാണ്. ഇത് തലവെള്ള പ്രാവാണ്. ഇത് കോഴിക്കോട് നിന്ന് ഞാൻ എടുത്താണ്. ഇത് ഇപ്പൊ 4 വയസ്സായി ഇതിന്. പിന്നെ ഇതിലെ ലക്ഷണം ചുണ്ട്, കണ്ണ്, ഇതൊക്കെ വളരെ പ്രത്യേകത ഉള്ള പ്രാവാണ്. ഒറ്റ ചവിട്ടാണ്. എന്നുവെച്ചാൽ ഒരു പ്രാവശ്യം കുഞ്ഞ് പറന്നിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മാറി ചവിട്ടില്ല. വളരെ കൂടുതൽ സമയം കിട്ടും. 14 മണിക്കൂർ 15 മണിക്കൂർ പറപ്പിച്ചെടുക്കുക ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ. ഇത് കരിങ്കണ്ണി വെള്ളപ്പൂവനാണ്. 5 വയസ്സുണ്ട് ഈ പ്രാവിന്. ഇതിന്റെ കുഞ്ഞുങ്ങൾ വളരെ ഭംഗിയായിട്ട് പറത്തിറങ്ങുന്നുണ്ട്. പിന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ട കറുത്ത കണ്ണാണ്. ചുണ്ടുകളും അതിന്റെ ലക്ഷണങ്ങൾ വളരെ പ്രത്യേക രീതിയിലുള്ള ഒരു പ്രാവാണ്. ദൂരെ പോയിട്ടാണ് വരുന്നത്. ദൂരെ എന്ന് വെച്ചാൽ ലോങ് ഡിസ്റ്റൻസിൽ പറഞ്ഞിട്ടാണ് കയറി വരുന്നത്. 10 മിനിറ്റ് 15 മിനിറ്റ് ഇടവിട്ട് ഇതിനെ നമുക്ക് വേറെ കാണിച്ചു കൊടുക്കാൻ എളുപ്പമാണ്. ചേട്ടാ, അപ്പൊ നമ്മളെ കുറെ പ്രാവുകളെയൊക്കെ പരിചയപ്പെട്ടല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ വില എന്താണ്? സാധാരണ ഇവിടെ പ്രാവുകുഞ്ഞിനെ കൊടുക്കുന്നത് കുഞ്ഞിനെ 400 രൂപ മുതൽ 1500 വരെ നമ്മൾ പ്രാവുകളെ വിൽക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ വില ഏതടിസ്ഥാനത്തിൽ? വില എന്ന് വെച്ചാൽ ടൂർണമെന്റ് പറന്ന പ്രാവുകളിൽ നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കുഞ്ഞിനെ എടുക്കുമ്പോൾ ആ കുഞ്ഞിനെ വരുന്ന ആൾക്കാർ നമ്മൾ ഗ്യാരണ്ടിയോടെ കൊടുക്കുന്നതാണെങ്കിൽ അതിന് നമ്മൾ 1000 രൂപ വാങ്ങും, 800 രൂപ വാങ്ങും, 1500 രൂപ. പിന്നെ നല്ല പറവക്കാർക്ക് നമ്മളത് കൊടുത്തു വിടും. അവർ പറപ്പിച്ചിട്ട് അതിന്റെ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളോട് നീങ്ങും. പിന്നെ ഇതിന്റെ ഭക്ഷണം എന്താ? ഭക്ഷണം നമ്മൾ മണിച്ചോളം, ബജ്റ, റാഗി, ഗോതമ്പ് ഇതാണ് കൊടുക്കുന്നത്. പിന്നെ മൾട്ടി വൈറ്റമിനുകൾ നമ്മൾ കൊടുക്കും. കാൽസ്യം കൊടുക്കാറുണ്ട്. പിന്നെ കോഴിമുട്ട തൊണ്ടുകൾ കഴുകി ഉണക്കി പൊടിച്ച് അത് ഭക്ഷണത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. തീറ്റപാത്രവും വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിരിക്കണം. അഴുക്കില്ലാത്ത രീതിയിൽ നോക്കണം. അതാണ് അതിന്റെ പ്രത്യേകത. ഈ പ്രാവ് വളർത്തൽ ഒരു വരുമാനമായിട്ട് ചെറുപ്പക്കാർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൊണ്ടുനടക്കാവുന്ന ഒരു ഏർപ്പാടാണ്? തീർച്ചയായിട്ടും വരുമാന മാർഗം ഉള്ളതാണ്. എനിക്ക് ഇതിൽ നിന്ന് ഒരു മാസം 6000 രൂപ 10000 രൂപ വരെ ചെറിയ രീതിയിലുള്ള വരുമാനം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഈ കൂടെ അടിച്ചതിന് ശേഷം. പിന്നെ ഞാനൊരു ഷോപ്പ് കോക്കസ് തിയേറ്ററിന് അടുത്ത് തന്നെ താമരപ്പറമ്പ് റോഡിൽ നടത്തുന്നുണ്ട്. അവിടെ ഇതിൽ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്. പുറത്തുനിന്നും നാഗർകോവിൽ, ട്രിച്ചി എന്നീ സ്ഥലങ്ങളിൽ കൊണ്ടുവന്നിട്ട് അതും വിൽപ്പന ചെയ്യാറുണ്ട്. അപ്പോളെ ഈ ആരെങ്കിലും ഈ ഒരു പ്രാവ് ബിസിനസ്സിലേക്ക് കടക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ടിപ്സ് അഡ്വൈസോ ഒക്കെ കൊടുക്കാനുണ്ടോ? ഇത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എടുക്കുന്നത് പലതരം രോഗങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. കൂടുതൽ പോയിട്ട് കണ്ട് അതിന്റെ മാതാപിതാക്കളെ എന്ന് വെച്ചാൽ തള്ളപ്രാവിനെ, ആൺപ്രാവിനെയും പെൺപ്രാവിനെയും കണ്ട് അതിനെ ഉത്തമ ബോധ്യപ്പെടുത്തി അതിന്റെ കുഞ്ഞുങ്ങളെ മാത്രം സെലക്ട് ചെയ്യുക. അതാണ് ഏറ്റവും നല്ല രീതിയിൽ വളർത്താൻ പറ്റുക. നല്ലൊരു വരുമാന മാർഗമാണ്. അത് 100% ഉറപ്പാണ്. അധികം പൈസ മുടക്കാതെ തന്നെ നമുക്ക് അതിനകത്ത് ഇൻകം കിട്ടും, ഉറപ്പ്. ചേട്ടാ, ഇപ്പൊ ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഒരു പ്രാവിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണോ അല്ലെങ്കിൽ പ്രാവ് വേണോ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ആ മൊബൈൽ നമ്പർ ഒന്ന് കൊടുക്കാമോ? തീർച്ചയായിട്ടും കൊടുക്കാം. എന്റെ മൊബൈൽ നമ്പർ 9847949091. ഫോർട്ട് കൊച്ചിയാണ്. ആരോട് വന്നും ജയന്റെ വീഡിയോ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നതാണ്. കോക്കസ് തിയേറ്ററിന് സമീപം. അപ്പൊ ചേട്ടാ, പ്രാവുകളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നതിന് വളരെ നന്ദി. അപ്പൊ ഇനി നമ്മൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതൊക്കെ ഒരു പഗ്ഗുകുട്ടിയാണ്. എന്താ പേര്? അമ്മു. അപ്പൊ അമ്മുക്കുട്ടിയോടൊപ്പം ഞങ്ങള് സി യു. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾക്ക് കാണാം.